പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും ടോക്സിക് ആയ ഒരാളെയും നന്നാക്കിയെടുക്കാൻ പറ്റില്ല. ആൺകുട്ടികളോട് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏത് സെലിബ്രിറ്റി വന്ന് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്. നമുക്ക് ഒരാളെയും നന്നാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ റെയറാണ്. അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയത്തതേ ഇല്ല. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ടോക്സിക് എന്ന് പറയുന്നത് വയലന്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ലൂപ്പിലാക്കി നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും ഈക്വലി ടോക്സിക് ആണ്. അതുപോലെ പോസസീവ്നെസ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന എല്ലാത്തരം ഇൻസെക്യൂരിറ്റീസിന്റെയും അവസാനം എന്ന് പറയുന്നത് പരസ്പരമുള്ള വെറുപ്പാണ്, വിദ്വേഷമാണ്, വയലൻസ് ആണ്. അതുപോലെ അടുത്തായി ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ സംശയം എന്ന് പറയുന്നത് ഒരു തമാശയാക്കി നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ വീണു പോകരുത്. ഒരു റിലേഷൻഷിപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് ട്രസ്റ്റിലാണ്. ട്രസ്റ്റ് ഇല്ല എങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇറ്റ്സെൽഫ് ഒരു ഫെയിലിയർ ആണ്. ഈ ഒരു മാസത്തിൽ തന്നെ സമാനമായ രീതികളിൽ മരിച്ചത് 3 സ്ത്രീകളാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു റൈറ്റ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ വിലയുള്ള തീരുമാനമാണ്. അത് തന്നെ ഏതെങ്കിലും രീതിയിൽ ഫ്ലോപ്പായ നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ട്രോമയിൽ ഒന്നും നമ്മൾ ചെന്ന് പേടാതിരിക്കണമെങ്കിൽ തന്നെ നമ്മുടെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം. ഇനിയുള്ള കാലം നമ്മുടെ കൂടെ ജീവിക്കാൻ പോകുന്ന പാർട്ട്ണറിനെ ഒരു ചായ കുടിച്ച് മാത്രം സ്വീകരിക്കരുത്. അവരെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം സ്വീകരിക്കാം. ഇനി നിങ്ങൾക്കൊരു ടോക്സിക് ആയ ബോയ് ഫ്രണ്ട് ആണുള്ളതെങ്കിൽ കല്യാണത്തിന് ശേഷം ഞാൻ അവനെ മാറ്റിയെടുക്കുമെന്നുള്ള മണ്ടത്തരത്തിൽ വിശ്വസിക്കാതിരിക്കാം. എത്രയും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ മുങ്ങി താഴുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവും. ഒരു മനുഷ്യൻ പോലും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല.